ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGയുടെ ഭാഗമായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന ടോപ്പിക്കാണ്. പ്രധാനമായിട്ടും 4 തിയറീസാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. അതിലൊന്നാണ് നെറ്റ് ഇൻകം തിയറി NI അപ്രോച്ച്, 2 നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി NOI അപ്രോച്ച്, 3 ട്രഡീഷണൽ തിയറി, 4 MM തിയറി. അപ്പോൾ ഈ 4 തിയറീസും ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് ഇൻകം തിയറിയാണ്. നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് നെറ്റ് ഇൻകം തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡേവിഡ് ഡുറൻ്റാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിലെ വളരെ പ്രധാനപ്പെട്ട തിയറി ആയിട്ടുള്ള NI നെറ്റ് ഇൻകം തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഡേവിഡ് ഡുറൻ്റാണ്. നെറ്റ് ഇൻകം തിയറി പ്രപ്പോസ്ഡ് ബൈ ഡേവിഡ് ഡുറൻ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. നെറ്റ് ഇൻകം തിയറി സ്റ്റേറ്റ് ദാറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം അഫക്റ്റഡ് ദി വാല്യൂ ഓഫ് ഫേം ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ ഒരു തിയറിയിൽ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ്, നമ്മൾ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കും. വാല്യൂ ഓഫ് ഫേം കൂടും, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്ത് കൂട്ടും? വാല്യൂ ഓഫ് ഫേം കൂടുകയും ചെയ്യും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും ചെയ്യും എന്നതാണ് ഏതിൽ പറയുന്നത്? നെറ്റ് ഇൻകം തിയറിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റെലവൻറ്റ് തിയറിയാണ്. അപ്പോൾ ഈ തിയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഒന്ന് ഡെവലപ്ഡ് ആരാണ്? ഡേവിഡ് ഡുറൻ്റാണ്. ഇത് ഒരു റെലവൻറ്റ് തിയറിയാണ് പറഞ്ഞു. ഡെപ്റ്റ് എന്ത് ചെയ്യും? അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കും. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദിസ് തിയറി എ ഫേം ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് ടോട്ടൽ വാല്യൂ ആൻഡ് റെഡ്യൂസ് ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബൈ ഇൻക്രീസിങ് പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്, ഡെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫേമിന് അവരുടെ വാല്യൂ ഓഫ് ഫേം കൂട്ടാനും ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC കുറക്കാനും സഹായിക്കും. അപ്പോൾ ഒരു ഫേം എന്ത് ഉപയോഗിക്കുന്നു? ഡെപ്റ്റ് ഉപയോഗിക്കുന്നു, ബോറോഡ് ഫണ്ട് ഉപയോഗിക്കുന്നു. ആ ബോറോഡ് ഫണ്ട് ഉപയോഗിച്ചിട്ട് അവരുടെ വാല്യൂ കൂട്ടുന്നു, കോസ്റ്റ് കുറക്കുന്നു. ഇനി നമ്മളിവിടെ നോക്കുന്നത് മേജർ ഐഡിയാസാണ്, മെയിൻ ഐഡിയ ആണ്. ഒന്ന്, ഡെപ്റ്റ് ഈസ് ചീപ്പർ ദാൻ ഇക്വിറ്റി. ഡെപ്റ്റ് എന്താണ്? ഇക്വിറ്റിനേക്കാൾ വില കുറവാണ്. ഇൻക്രീസിങ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ റെഡ്യൂസ് ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ഡെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറക്കാൻ സഹായിക്കും. ദെൻ ദെയർഫോർ വാല്യൂ ഓഫ് ഫേം ഇൻക്രീസ്. അപ്പോൾ ഈ 3 ഐഡിയ ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ഡെപ്റ്റ് എന്താണ്? ചീപ്പർ ദാൻ ഇക്വിറ്റിയാണ്. ദെൻ നമ്മൾ ഡെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ കോസ്റ്റ് കുറയും, അതിലൂടെ എന്ത് കൂടും? വാല്യൂ ഓഫ് ഫേം കൂടും. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് NI തിയറിയുടെ അസംഷനാണ്. ഫസ്റ്റ് പോയിൻ്റ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് KD ഈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോൺസ്റ്റൻ്റ് ആണ്. നോ ടാക്സ്, ടാക്സ് ഇവിടെ ഇല്ല. ഡെപ്റ്റ് ഈസ് ചീപ്പർ ദാൻ ഇക്വിറ്റി, വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഡെപ്റ്റ് ഇക്വിറ്റിനേക്കാൾ ചീപ്പറാണ്. ഇൻക്രീസിങ് ഡെപ്റ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ഫിനാൻഷ്യൽ റിസ്ക്. നമ്മൾ ഡെപ്റ്റ് കൂടുന്നതനുസരിച്ച് ഫിനാൻഷ്യൽ റിസ്ക് കൂടാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ അസംഷൻസ് 5 അസംഷൻസ് പറഞ്ഞു. 5 അസംഷൻസും കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ഫോർമുലയാണ്. NI അപ്രോച്ച് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ്. വാല്യൂ ഓഫ് ഫേം V ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. വാല്യൂ ഓഫ് ഫേം എന്താണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ്. E പ്ലസ് D ആണിത് വാല്യൂ ഓഫ് ഫേം. അപ്പോൾ V ഈക്വൽ ടു E പ്ലസ് D. ദെൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ EBIT, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, മൈനസ് I. അപ്പോൾ ഈ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ത് കൊടുക്കുക? ഇൻട്രസ്റ്റ് കുറക്കാം. I എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ഡിവൈഡ് ബൈ K എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാൻ EBITയിൽ നിന്ന് I ഇൻട്രസ്റ്റ് കുറക്കുക, ഡിവൈഡ് ബൈ K ചെയ്ത് എന്ത് കിട്ടും? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ലഭിക്കും. ദെൻ ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO ലഭിക്കാൻ വേണ്ടി
EBIT ഡിവൈഡ് ബൈ വാല്യൂ ഓഫ് ഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലഭിക്കും. അപ്പോൾ 3 ഇക്വേഷൻസാണ് ഇവിടെ പറഞ്ഞത്. ആ 3 ഇക്വേഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. എ കമ്പനി ഹാസ് ഏണിങ്സ് ഓഫ് 2 lakh. ഒരു കമ്പനിക്ക് 2 ലക്ഷത്തിൻ്റെ ഏണിങ്സ് ഉണ്ട്. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി കംപ്രൈസസ് ഡെപ്റ്റ് ആസ് വെൽ ആസ് ഇക്വിറ്റി. ഈ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ്. ദ ഡെപ്റ്റ് ഈസ് 8 lakh ബോറോവ്ഡ് അറ്റ് ദി റേറ്റ് ഓഫ് 10%. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ലക്ഷമാണ്. അത് കടമെടുത്തിട്ടുള്ളത് ബോറോ ചെയ്തത് 10% ഇൻട്രസ്റ്റിലാണ്. 8 ലക്ഷം കടമെടുത്തിട്ടുള്ളത് 10% ഇൻട്രസ്റ്റിലാണ്. ദ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഈസ് 12% ആണ്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് 12% ആണ്. ഫൈൻഡ് ഔട്ട് ടോട്ടൽ വാല്യൂ ഓഫ് ദി കമ്പനി ആൻഡ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് NI അപ്രോച്ച്. NI അപ്രോച്ച് ഉപയോഗിച്ചിട്ട് 2 കാര്യങ്ങൾ കണ്ടെത്താൻ വന്നത് ഒരു ടോട്ടൽ വാല്യൂ ഓഫ് കമ്പനി അല്ലേ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണിത് ടോട്ടൽ വാല്യൂ ഓഫ് ദി കമ്പനി. ദെൻ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ 2 ചോദ്യമാണ്. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് കമ്പനി കാണണം, അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കാണണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടോട്ടോ. ഫസ്റ്റ് നമ്മൾ ഏണിങ്സ് എത്രയാണ്? 2 ലക്ഷമാണ്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറക്കാം. ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കുറക്കാം അല്ലേ. ഇൻട്രസ്റ്റ് എത്രയാണ്? 8 ലക്ഷത്തിൻ്റെ 10%. 8 ലക്ഷമാണ് ഡെപ്റ്റ് കടമെടുക്കുന്നത്, അതിൻ്റെ 10% ഇൻട്രസ്റ്റ്. അപ്പോൾ എത്ര കിട്ടും? 80,000 കിട്ടും. 2 ലക്ഷത്തിൽ നിന്ന് 80,000 കുറച്ച് കഴിഞ്ഞാൽ 1,20,000 എന്ന് കിട്ടും. അപ്പോൾ ഏണിങ്സ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? 1,20,000 ആണ്. ഇനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എത്രയാണ്? 12%. ഇനി നമ്മൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാം. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാൻ ഇവിടെ ശ്രദ്ധിക്കുക അല്ലേ. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ EBIT മൈനസ് I ഡിവൈഡ് ബൈ KE ആണ്. EBIT മൈനസ് I ഡിവൈഡ് ബൈ KE ആണ്. നമുക്ക് EBIT മൈനസ് I 1,20,000 കിട്ടി. അവിടെ KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്? 12%. അപ്പോൾ ഇവിടെ 1,20,000 ഡിവൈഡ് ബൈ 12% ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷം എന്ന് കിട്ടും. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി 10 ലക്ഷം എന്ന് കിട്ടും. ദെൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് എത്രയാണ്? 8 ലക്ഷമാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് കമ്പനി 8 ലക്ഷം പ്ലസ് 10 ലക്ഷം അല്ലേ, E പ്ലസ് D ആണ് 18 ലക്ഷം എന്ന് കിട്ടും. ഇനി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു ഏണിങ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 11.11% കിട്ടും. കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ സെക്കൻഡ് തിയറിയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, NOI അപ്രോച്ച്. ദ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി വാസ് ആൾസോ പ്രപ്പോസ്ഡ് ബൈ ഡേവിഡ് ഡുറൻറ്റ്. ഈ ഒരു തിയറിയും ഡെവലപ്പ് ചെയ്ത ആരുടെയാണ്? ഡേവിഡ് ഡുറൻറ്റാണ്. അപ്പോൾ നെറ്റ് ഇൻകം തിയറിയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയും ഡെവലപ്ഡ് ആരുടെയാണ്? ഡേവിഡ് ഡുറൻറ്റാണ്. നെറ്റ് ഇൻകം തിയറിയുടെ ക്രിറ്റിസിസം ഓവർകം ചെയ്യാൻ വേണ്ടി ഡേവിഡ് ഡുറൻറ്റിനെ ഡെവലപ്പ് ചെയ്ത മറ്റു തിയറിയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. ദ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി സ്റ്റേറ്റ് ദാറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഇറലവൻറ്റ്. എന്താണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പ്രകാരം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറലവൻ്റ് ആണ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കില്ല. നമ്മൾ ഡെപ്റ്റ് ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് എന്ത് പോയില്ല? വാല്യൂ ഓഫ് ഫേം കൂട്ടാൻ പറ്റില്ല. അതായത് നമ്മൾ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കോസ്റ്റ് ഓവറോൾ കോസ്റ്റ് കൂടുകയും വാല്യൂ ഓഫ് ഫേം കുറയുകയും ചെയ്യുമെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ദിസ് മീൻസ് വാല്യൂ ഓഫ് ഫേം ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും പ്രൊപ്പോർഷനിൽ വരുന്ന മാറ്റം കൊണ്ട് നമുക്ക് എന്ത് കൂട്ടാൻ കഴിയില്ല? വാല്യൂ ഓഫ് ഫേം കൂട്ടാൻ കഴിയില്ല എന്നാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പറയുന്നത്. ദെൻ ഇതിൻ്റെ കീ ഐഡിയാസ് നോക്കാം. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ഡിപ്പെൻഡ് ഓൺ ഓപ്പറേറ്റിംഗ് ഇൻകം EBIT, നോട്ട് ഓൺ
ഫിനാൻഷ്യൽ മിക്സ് എന്തല്ല, ഫിനാൻഷ്യൽ മിക്സ് അല്ല, ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ല, എന്താണ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് വേണ്ടത്, അല്ലാതെ യൂസ് ഓഫ് ഡെപ്റ്റ് അല്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻകം കൂടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് കൂടുള്ളൂ, വാല്യൂ ഓഫ് ഫേം കൂടുള്ളൂ. വെൻ ഇൻക്രീസ് ഇൻ ഡെപ്റ്റ്, നമ്മൾ ഡെപ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും, ഇക്വിറ്റിയുടെ കോസ്റ്റ് കൂടും, ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യും. ദിസ് ഇൻക്രീസ് KE ഓഫ്സെറ്റ് ബെനഫിറ്റ് ചീപ്പർ ഡെപ്റ്റ്, സോ WACC റിമൈൻ കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂ ഓഫ് ഫേം ഉയർത്താൻ പറ്റില്ല. വാല്യൂ ഓഫ് ഫേം കൂടണമെങ്കിൽ എന്തെന്നെ വേണം, ഓപ്പറേറ്റിംഗ് ഇൻകം വേണം. നെറ്റ് ഇൻകം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വാല്യൂ ഓഫ് ഫേം കൂട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും മിക്സ് പ്രകാരം വാല്യൂ ഓഫ് ഫേം കൂടില്ല എന്നാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫസ്റ്റ് തിയറി നെറ്റ് ഇൻകം തിയറി റെലവൻറ്റ് അപ്രോച്ചാണ്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി ഇറെലവൻറ്റ് അപ്രോച്ചാണ്. രണ്ടും ഡെവലപ്പ് ചെയ്ത് ആരിനെയാണ്, ഡേവിഡ് റണ്ടാണ്. നെറ്റ് ഇൻകം തിയറിയിൽ നമ്മൾ ഡെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് കൂട്ടാം, വാല്യൂ ഓഫ് ഫേം കൂട്ടാം. ഇവിടെ എന്ത് ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുന്നത്, ഓപ്പറേറ്റിംഗ് ഇൻകം വെച്ചിട്ടാണ്, അല്ലാതെ എന്തല്ല പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി അല്ല. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ജസ്റ്റ് നമുക്ക് ഈ ഒരു തിയറിയുടെ അസംഷൻ നോക്കാം. നോ കോർപ്പറേറ്റ് ടാക്സ്, ഇവിടെ ടാക്സ് ഇല്ല. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് KD റിമൈൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമൈൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ ഫേം ബിസിനസ് റിസ്ക്, ഒരു ഫേമിൻ്റെ ബിസിനസ് റിസ്ക് റിമൈൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കും. ഇവിടെ മാർക്കറ്റ് എന്തായിരിക്കും, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എക്സിറ്റ്. അതായത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും മാർക്കറ്റിലേക്ക് വരാം, ആർക്കും മാർക്കറ്റിൽ നിന്ന് പോകാൻ പറ്റും. അപ്പോൾ രണ്ട് തിയറീസ് പറഞ്ഞു, രണ്ട് തിയറിയും കൃത്യമായിട്ട് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട ഫോർമുല നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കണ്ടെത്തുന്നത്. വാല്യൂ ഓഫ് ഫേം V = EBIT ഡിവൈഡ് ബൈ KO. വാല്യൂ ഓഫ് ഫേമിൻ്റെ ഇക്വേഷൻ എന്താണ്, EBIT ഡിവൈഡ് ബൈ KO. KO എന്ന് പറയുന്നത് എന്താണ്, ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. ദെൻ വാല്യൂ ഓഫ് ഇക്വിറ്റി E = V - D ആണ്. വാല്യൂ ഓഫ് ഇക്വിറ്റി എന്താണ്, V - D ആണ്. ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE = EBIT മൈനസ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ E ഓർ V - D അല്ലേ. അതായത് വാല്യൂ ഓഫ് ഇക്വിറ്റി ആണ്. വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നതാണ് V - D ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, EBIT - I ഡിവൈഡ് ബൈ E ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. A ലിമിറ്റഡ് ഹാസ് EBIT 1,00,000. A ലിമിറ്റഡിന് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് 1,00,000 ഉണ്ട്. ഇറ്റ് ഹാസ് ബോറോവ്ഡ് എ ഡെപ്റ്റ് ഓഫ് 5 lakh. എന്ത് ചെയ്യുന്നു, അവരൊരു 5 ലക്ഷത്തിൻ്റെ ഡെപ്റ്റ് കടം വാങ്ങി. അതിൻ്റെ റേറ്റ് എത്രയാണ്, ആ റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് 10% ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എത്രയാണ്, 12.5. ഫൈൻഡ് ഔട്ട് വാല്യൂ ഓഫ് ദി കമ്പനി ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് അണ്ടർ NO അപ്രോച്ച്. ഇവിടെ രണ്ട് ചോദ്യമാണ്. വാല്യൂ ഓഫ് ദി കമ്പനി കാണണം, അതുപോലെ തന്നെ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാണണം. ഏത് അപ്രോച്ച് പ്രകാരം, NOI അപ്രോച്ച് പ്രകാരമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും മെയിനായിട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് നോക്കാം. EBIT എത്രയാണ്, 1,00,000 ആണ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO എത്രയാണ്, 12.5 ആണ്. ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ വാല്യൂ ഓഫ് കമ്പനി കാണാം. ടോട്ടൽ വാല്യൂ ഓഫ് കമ്പനീൻ്റെ ഇക്വേഷൻ എന്താ, EBIT ഡിവൈഡ് ബൈ KO. EBIT ഡിവൈഡ് ബൈ KO. അപ്പോൾ 1,00,000 ഡിവൈഡ് ബൈ 12.5 ഇൻറ്റു 100 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ആൻസർ 8 ലക്ഷം എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ദി കമ്പനി 8 ലക്ഷം കിട്ടും. ദെൻ വാല്യൂ ഓഫ് ഡെപ്റ്റ് എത്രയാണ് ഇവിടെ പറയുന്നത് ചോദ്യത്തിൽ അല്ലേ. അവർ 5 ലക്ഷമാണ് ലോൺ എടുക്കുന്നത്. എത്ര ശതമാനം ഇൻട്രസ്റ്റിലാണ്, 10% ഇൻട്രസ്റ്റിലാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ 5 ലക്ഷമാണ് എന്ത് ഇവിടെ വാല്യൂ ഓഫ് ഡെപ്റ്റ്. ദെൻ വാല്യൂ ഓഫ് ഇക്വിറ്റി കാണുങ്ങനെ V - D ആണ് കേട്ടോ. NOI അപ്രോച്ചിൽ V - D ആണ് വാല്യൂ ഓഫ് ഇക്വിറ്റി. അപ്പോൾ 8 ലക്ഷം - 5 ലക്ഷം 3 ലക്ഷം എന്ന് കിട്ടും. വാല്യൂ ഓഫ് ഇക്വിറ്റി എത്ര കിട്ടും, 3 ലക്ഷം കിട്ടും.
നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. EBIT മൈനസ് I ഡിവൈഡഡ് ബൈ E ഇൻറ്റു 100 ആണിത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 1,00,000 മൈനസ് 50,000 ഡിവൈഡഡ് ബൈ 3,00,000 ഇൻറ്റു 100 കിട്ടും. ദാറ്റ് ഈസ് 16.67. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, സോൾവ് ചെയ്ത് നോക്കട്ടോ. ഇതൊന്നും പെട്ടെന്ന് ക്ലാസ് കേട്ടുകാണ്ട് മനസ്സിലാവുന്നില്ല, നിങ്ങൾ സോൾവ് ചെയ്തങ്ങാണ്ട് തന്നെ നോക്കണം. അപ്പോൾ ക്വസ്റ്റനിൽ 2 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഒന്ന് വാല്യൂ ഓഫ് ദി കമ്പനി, നമുക്ക് 8 ലക്ഷം കിട്ടി. മറ്റൊന്ന് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്, അത് 16.67 ലഭിച്ചു. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. NI അപ്രോച്ച് പ്രകാരം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാണ്, പ്രോബിലിറ്റിയിലൊന്നും പറഞ്ഞിട്ടില്ല. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO ഈസ് ഈക്വൽ ടു KD ഇൻറ്റു D ഡിവൈഡഡ് ബൈ V പ്ലസ് KE ഇൻറ്റു E ഡിവൈഡഡ് ബൈ V. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ KD എത്രയാണ്, 10% ഇൻറ്റു 5 ലക്ഷമാണ് D, 8 ലക്ഷമാണ് V പ്ലസ് KE എത്രയാണ് 16.67% ഇൻറ്റു 3 ലക്ഷം ഡിവൈഡഡ് ബൈ 8 ലക്ഷം കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6.25 പ്ലസ് 6.25 KO എത്ര കിട്ടും, 12.5. ഇല്ല, നമ്മുടെ ചോദ്യത്തിൽ എന്തിനാണ് KO 12.5 തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തോളൂ. ഇത്ര നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൃത്യമായിട്ട് സോൾവ് ചെയ്താൽ മതി. അത്ര നമ്മുടെ ചോദ്യത്തിൽ പാടുന്നുള്ളൂ. മറ്റേത് ജസ്റ്റ് ആ കാര്യം ഒന്ന് വെരിഫൈ ചെയ്തെന്നുള്ളൂ, അതിലേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ 2 തിയറീസ് പറഞ്ഞു. NI അപ്രോച്ച് പറഞ്ഞു, അതിൻ്റെ പ്രോബ്ലം ചെയ്തു. ദെൻ NOI അപ്രോച്ച് പറഞ്ഞു, അതിൻ്റെ പ്രോബ്ലം ചെയ്തു. 3 സ്റ്റേജസാണ് ട്രഡീഷണൽ തിയറി ഉള്ളത്. അതിൽ 1ാം സ്റ്റേജ് ഇൻക്രീസിങ് സ്റ്റേജാണ്. വെൻ ഡെപ്റ്റ് ഇൻക്രീസസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ആൻഡ് വാല്യൂ ഓഫ് ഫേം ഇൻക്രീസ്. നമ്മൾ ഫസ്റ്റ് ഡെപ്റ്റ് കൂട്ടുമ്പോൾ കോസ്റ്റ് എന്ത് ചെയ്യും, കുറയും. വാല്യൂ ഓഫ് ഫേം എന്ത് ചെയ്യും, കൂടും. സെക്കൻഡ് സ്റ്റേജിൽ ഒപ്റ്റിമം സ്റ്റേജാണ്. ബെസ്റ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഒപ്റ്റിമം എന്ന് പറയുന്നതാണ് ബെസ്റ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റിയാണ്. ഈ സ്റ്റേജിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം, അതുപോലെ തന്നെ വാല്യൂ ഓഫ് ഫേം മാക്സിമം ആയിരിക്കും. ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം, വാല്യൂ ഓഫ് ഫേം മാക്സിമം ആയിരിക്കും. 3ാം സ്റ്റേജ് ഡിക്ലൈനിങ് സ്റ്റേജാണ്. ടു മച്ച് ഡെപ്റ്റ് ഇൻക്രീസ് റിസ്ക്. ഒരുപാട് ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് കൂടും, റിസ്ക് കൂടും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുകയും വാല്യൂ ഓഫ് ഫേം കുറയുകയും ചെയ്യും. അവിടെ 3 സ്റ്റേജാണ് പറഞ്ഞത്. ആദ്യ സ്റ്റേജ് എന്ത് ചെയ്യും, നമ്മൾ ഡെപ്റ്റ് ഉപയോഗിക്കുന്നു അല്ലേ, കോസ്റ്റ് കുറയുന്നു, വാല്യൂ ഓഫ് ഫേം കൂടുന്നു. നെറ്റ് ഇൻകം തിയറിയാണ്. 2ാം സ്റ്റേജിലും അതേ പ്രവണത തന്നെയാണ്, പക്ഷെ അത് ഒപ്റ്റിമം സ്റ്റേജാണ്. 3ാം സ്റ്റേജ് ഡിക്ലൈനിങ് സ്റ്റേജാണ്. അതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. അതായത് ഇവിടെ നമ്മൾ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുകയും വാല്യൂ ഓഫ് ഫേം കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ തിയറിയിൽ എന്തൊക്കെ വരുന്നുണ്ട്, നെറ്റ് ഇൻകം തിയറിയും വരുന്നുണ്ട്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയും വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് നെറ്റ് ഇൻകം തിയറിയാണ്, 3ാം സ്റ്റേജ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയാണ്. ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ട്രഡീഷണൽ തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് സ്റ്റേജാണ് അല്ലേ, ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് സ്റ്റേജാണ്. അവിടെ വാല്യൂ ഓഫ് ഫേം കൂടുകയാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയാണ്. ഓക്കെ ആണല്ലോ. സെക്കൻഡ് സ്റ്റേജ് ഓപ്റ്റിമം സ്റ്റേജാണ്. അവിടെ മാക്സിമം വാല്യൂ ഓഫ് ഫേമും ഏറ്റവും കുറവ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. 3ാം സ്റ്റേജ് ഡിക്ലൈനിങ് സ്റ്റേജാണ്. അവിടെ എന്ത് ചെയ്യാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുകയും വാല്യൂ ഓഫ് ഫേം കുറയുകയും ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഫേം കുറയും എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന തിയറിയാണ് MM അപ്രോച്ച്. മോഡി, ക്ലാനി ആൻഡ് മില്ലർ തിയറി. വളരെ പ്രധാനപ്പെട്ട തിയറിയാണ്. ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫാങ്ക്ലോ മോഡി ക്ലാനിയും അതുപോലെ തന്നെ മെൽട്ടൺ മില്ലറുമാണ്. 1958 ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തതിൻ്റെ പേരിൽ ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ MM തിയറി ഡെവലപ്ഡ് ബൈ ആരാണ്, ഫാങ്ക്ലോ മോഡി ക്ലാനി ആൻഡ് മിൽട്ടൺ മില്ലർ. ഈ പേര് കൃത്യമായിട്ട് കാണാപ്പടം പഠിക്കുക. ഇതേ തിയറീസ് നമുക്ക് എവിടെയും പഠിക്കാണ്ട്, ഡിവിഡൻറ്റിലും പഠിക്കാണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഇറലവൻറ്റ് ടു ദി വാല്യൂ ഓഫ് ഫേം. ഇവിടെ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറലവൻ്റ് ആണ്. നമ്മൾ ഡെപ്റ്റും ഇക്വിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് കൂടില്ല,
വാല്യൂ ഓഫ് ഫേം കൂടൂല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറലവൻ്റ് ആണ്. ഇതേ തിയറി നമുക്ക് എവിടെയും വരുന്നുണ്ട്, ഡിവിഡൻറ്റിലും വരുന്നുണ്ട്. അവിടെയും പറയുന്നത് ഡിവിഡൻറ്റ് പോളിസി, ഡിവിഡൻറ്റ് എന്താണ്? ഇറലവൻ്റ് ആണ്. അപ്പോൾ തിയറി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ടേമാണ് ഇറലവൻ്റ്. ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആയതുകൊണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറലവൻ്റ് ആണ്. ദ വാല്യൂ ഓഫ് ദി ഫേം ഡിപ്പെൻഡ് ഓൺ ഏണിംഗ് കപ്പാസിറ്റി. വാല്യൂ ഓഫ് ഫേം എന്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്? ഏണിംഗ് കപ്പാസിറ്റിയാണ്, അല്ലാതെ എന്തല്ല, നോട്ട് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് അല്ല. എന്താണ്? EBIT, ഏണിംഗ് കപ്പാസിറ്റിയാണ്. ഒരു ഫേമിന് എത്രമാത്രം ഏണിംഗ് കപ്പാസിറ്റി ഉണ്ടോ അതാണ് വാല്യൂ ഓഫ് ഫേമിനെ തീരുമാനിക്കുന്നത്, അല്ലാതെ ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും മിക്സ് അല്ല. ചേഞ്ചിങ് ദി പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഡസ് നോട്ട് അഫക്റ്റ് ദി ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. നമ്മൾ ഡെപ്റ്റും ഇക്വിറ്റിയിലും മാറ്റം വരുത്തിക്കൊണ്ട് എന്തുമില്ല, വാല്യൂ ഓഫ് ഫേമിൽ മാറ്റം വരില്ല എന്നാണ് അപ്രോച്ചിൽ പറയുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് അസംഷനാണ്. അപ്രോച്ചിൻ്റെ അസംഷനാണ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റാണ്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഫേമിനും മാർക്കറ്റിലേക്ക് എൻട്രി ഉണ്ട്, എക്സിസ്റ്റും ഉണ്ട്. നോ ടാക്സ്, ഇവിടെ എന്തില്ല, ടാക്സ് ഇല്ല. അതായത് ഇവിടെ ഇൻ ദി ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ ടാക്സ് ഉണ്ടായിങ്ങാണ്ടും പറയുന്നുണ്ട്, ടാക്സ് ഇല്ലാതെയും പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്തില്ല, ടാക്സ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ അസംഷൻ എന്തില്ല, നോ ടാക്സ് തന്നെയാണ്. അതിൻ്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നോ ട്രാൻസാക്ഷൻ കോസ്റ്റും ഇല്ല. ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണലാണ്. അവിടെ എല്ലാ ഇൻവെസ്റ്റേഴ്സും റാഷണലാണ്. ബിസിനസ് റിസ്ക് റിമൈൻ കോൺസ്റ്റൻ്റ് ആണ്. ബിസിനസ് റിസ്ക് കോൺസ്റ്റൻ്റ് ആണ്. ദർ ആർ നോ റീറ്റേൺ ഏർണിങ്സ് ഒന്നുമില്ല. ആൾ ഇൻവെസ്റ്റേഴ്സ് ആൻറ്റിസിപ്പേറ്റ് സെയിം പെർസെൻറ്റേജ് ഓഫ് ഫേംസ് EBIT. എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരേ രീതിയിലെ EBIT, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ഏണിങ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ അസംഷനും വായിക്കാം. നെക്സ്റ്റ്, ഈ അപ്രോച്ച് ഒരു ആർബിട്രേജ് പ്രോസസ്സാണ്. ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദ ടേം ആർബിട്രേജ് റെഫേഴ്സ് ടു ദി ആക്ട് ഓഫ് ബൈയിങ് ആൻ അസറ്റ് ഓർ സെക്യൂരിറ്റി ഇൻ എ വൺ മാർക്കറ്റ് അറ്റ് ലോവർ പ്രൈസ് ആൻഡ് സെല്ലിങ് ഇറ്റ് ഇൻ അനദർ മാർക്കറ്റ് അറ്റ് ഹയർ പ്രൈസ്. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞ വിലക്ക് സാധനം ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു, ആ സാധനം കൂടിയ വിലക്ക് മറ്റൊരു മാർക്കറ്റിൽ വിൽക്കുന്നു. സാധാരണ നമ്മളെല്ലാ ബിസിനസ്സുകാരും ചെയ്യുന്ന സെയിം പ്രവണതയാണ് അല്ലേ? ഡൽഹിയിൽ നിന്നും കോയമ്പത്തൂരൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, സാധനം കുറഞ്ഞ വിലക്ക് വാങ്ങും, എന്നിട്ട് നമ്മളുടെ ഇവിടെയുള്ള മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഹൈ പ്രൈസിന് ഗുഡ്സ് വിൽക്കും. അപ്പോൾ ആർബിട്രേജ് എന്നതാണ് ബൈയിങ് ആൻഡ് അസറ്റ് ഓർ സെക്യൂരിറ്റി വൺ മാർക്കറ്റ് ലോവർ പ്രൈസ് ആൻഡ് സെല്ലിങ് ഇറ്റ് അനദർ മാർക്കറ്റ് ഹയർ പ്രൈസ്. അപ്രോച്ച് ആൾസോ ആർബിട്രേജ് തിയറി. അപ്രോച്ച് എന്താണ്? ഒരു ആർബിട്രേജ് തിയറിയാണ്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന ടേമാണ് അപ്രോച്ച് എന്താണ്? ഒരു ആർബിട്രേജ് തിയറിയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്രോച്ചിൽ രണ്ട് രീതിയുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു തിയറി വിത്തൗട്ട് ടാക്സ്. വിത്തൗട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ഇറലവൻ്റ് ആണ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. വിത്തൗട്ട് ടാക്സ് എന്താണ്? ഇറലവൻ്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് അഫക്റ്റ് വാല്യൂ ഫേം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തിനെ ബാധിക്കില്ല? വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കില്ല. വാല്യൂ ഓഫ് ഫേം ഡിപ്പെൻഡ് ഓൺ EBIT. വാല്യൂ ഓഫ് ഫേം തന്നെയാണ് EBIT ആണ്. WACC വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമൈൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് വിത്ത് ലിവറേജ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ലിവറേജുമായിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നോ ടാക്സ് അഡ്വാൻറ്റേജ് ഓഫ് ഡെപ്റ്റ്. ഫോർമുല V = EBIT / KO. അവിടെ ശ്രദ്ധിക്കുക, ശരിക്ക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് ടാക്സ് ആണ്. അപ്പോൾ വിത്തൗട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ അത് ഇറലവൻ്റ് ആണ്. അപ്പോൾ അപ്രോച്ച് തന്നെയാണ് ഇറലവൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്രോച്ച് വിത്ത് ടാക്സ് ആണ്. വിത്ത് ടാക്സ് ആവുമ്പോൾ റെലവൻറ്റ് തിയറിയാണ്. അപ്പോൾ വിത്തൗട്ട് ടാക്സ് ഇറലവൻറ്റും വിത്ത് ടാക്സ് റെലവൻറ്റും ഏറ്റവും മെയിൻ പോയിൻ്റാണ്. അപ്രോച്ച് വിത്തൗട്ട് ടാക്സ് ഇറലവൻറ്റും വിത്ത് ടാക്സ് റെലവൻറ്റുമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ. എന്തുകൊണ്ടാണ് ഇത് വരാൻ കാരണം? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് എന്താണ്? ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഇൻക്രീസിങ് ഡെപ്റ്റ് ഇൻക്രീസ് വാല്യൂ ഓഫ് ഫേം. ഡെപ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഫേം കൂടും. വിത്ത് ടാക്സ് ആണെങ്കിൽ ഡെപ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഫേം കൂടും. WACC ഡിഗ്രീസ് വെൻ ഡെപ്റ്റ് ഇൻക്രീസ്. ഡെപ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. അപ്പോൾ ഇവിടെ തിയറി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിലുണ്ട്.
ടാക്സ് ഉണ്ടെങ്കിൽ റെലവൻ്റ് ആണെന്നും ടാക്സ് ഇല്ലെങ്കിൽ ഇറലവൻ്റ് ആണെന്നും. അപ്പോൾ അപ്രോച്ച് ശരിക്കും എന്തല്ല, ടാക്സ് ഇല്ല, ഇറലവൻ്റ് ആണ്. ഇനി ടാക്സ് വരികയാണെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം അവർ കൊണ്ടുവന്നതാണ് വിത്ത് ടാക്സ് ആണെങ്കിൽ റെലവൻ്റ് ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിവിടെ 4 തിയറീസാണ് പറഞ്ഞത്. ഒന്ന് NI അപ്രോച്ച്, ഡേവിഡ് ഡുറൻ്റാണ് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു റെലവൻ്റ് ആണ്. ദെൻ NOA അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി എന്താണ്, ഇറലവൻ്റ് ആണ്. ദെൻ ട്രഡീഷൻ തിയറി രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ്, ഇൻ്റർമീഡിയറി ആണ്. ദെൻ അപ്രോച്ച് വിത്ത് ടാക്സും ഉണ്ട്, വിത്തൗട്ട് ടാക്സും ഉണ്ട്. വിത്തൗട്ട് ടാക്സ് ഇറലവൻറ്റും വിത്ത് ടാക്സ് റെലവൻറ്റും ആണ്. ഓക്കെ, താങ്ക് യു.